ഹായ് ഹലോ എല്ലാവർക്കും വണക്കം. ഇന്ന് നമ്മൾ വീണ്ടും ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് ഐറ്റംസ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ബോക്സിൽ എന്താണുള്ളതെന്ന് നോക്കാം. ഇത് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. ഇതിന്റെ പാക്കിംഗ് ഒന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇത് ഞാൻ മണ്ണാർക്കാട് കണ്ടിട്ട് യൂസ്ഫുൾ ആണെന്ന് തോന്നിയതുകൊണ്ട് ഓർഡർ ചെയ്ത് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. പക്ഷെ മണ്ണാർക്കാടുള്ളത് ഈ ഒരു ടൈപ്പിലുള്ളതായിരുന്നില്ല. ഇത് വേറൊന്നും അല്ല, ഇത് ഒരു ഓയിൽ സ്പ്രെയർ ബോട്ടിലാണ്. ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 500 ml ആണ് കേട്ടോ. കണ്ടില്ലേ, പിടിക്കാനായിട്ട് ഇതുപോലെ ഒരു ഹാൻഡിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സ്ലിപ്പായി പോകുന്നു പേടിക്കാനില്ല. ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഗ്ലാസ് ആണ്. ഞാൻ ഈ പ്രസ് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് പ്രസ് ചെയ്യുമ്പോഴാണ് ഓയിൽ സ്പ്രേ ആയിട്ട് വരുന്നത്. ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ ഞെട്ടിപ്പോയത്. പിന്നെ ഇതിന്റെ മേലെയായിട്ട് ഒരു സ്വിച്ച് പോലെ ഒന്ന് വരുന്നുണ്ട്. അത് പുറകിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. അതിലൂടെ ഓയിൽ ഒഴിച്ചെടുക്കാനും പറ്റാവുന്നതാണ്. അതായത് നമുക്ക് കുറെ ക്വാണ്ടിറ്റിയിലൊക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചെടുക്കാനും പറ്റും. അതുകൊണ്ട് തന്നെ ഇതൊരു മൾട്ടി ഫംഗ്ഷണൽ സ്പ്രെയർ ബോട്ടിലാണ് കേട്ടോ. ഇതിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഞാൻ മേലെ കൊടുത്തേക്കാം. കിച്ചണിൽ എപ്പോഴെങ്കിലും യൂസ് ചെയ്യുന്ന ടൈമിൽ ഞാനിത് കാണിച്ചു തരാട്ടോ എങ്ങനെയാണെന്നുള്ളത്. അടുത്തതായിട്ട് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു ഡ്രസ്സാണ്. അപ്പൊ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ എവിടെ നിന്നായിരിക്കും എന്നുള്ളത്. അതേ മീഷോന്ന് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് വരുന്നത് ഒരു ബ്ലാക്ക് കളറിലുള്ള ഡിസൈനർ ഡ്രസ്സാണ് കേട്ടോ. ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ക്രീപ്പാണ്. പിന്നെ ഇതിന്റെ സ്ലീവ്സിലും അതുപോലെ തന്നെ കോളറിലും മാത്രം കുറച്ച് ഹാർഡ് ആയിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയൽ ആണ് വരുന്നത്. എന്തായാലും നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്റെ ഫേവറേറ്റ് കളറാണ് കേട്ടോ ബ്ലാക്ക്. പിന്നെ അതുകൂടാതെ ഇതിന്റെ കോളറും അതുപോലെ തന്നെ സ്ലീവ്സും കൂടെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാനിത് ഓർഡർ ചെയ്യാനുള്ള മെയിൻ റീസൺ തന്നെ. ഇതിന്റെ കോളർ കണ്ടില്ലേ, ഇതുപോലെ ഒരു പോയിന്റഡ് ഫ്ലാറ്റ് കോളറാണ് കേട്ടോ വരുന്നത്. അത് ഫ്രണ്ടിൽ മാത്രമാണ്, ബാക്കിലില്ല. ഇനി ഇതിന്റെ സ്ലീവ്സ് നോക്കുകയാണെങ്കിൽ 3/4 ആയിട്ടുള്ള പഫ് സ്ലീവ്സ് ആണ് വരുന്നത്. ഞാനിത് കുറച്ച് ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണെന്ന് പറയാൻ കാരണം ചെറുതായിട്ട് കുത്തുന്നത് പോലെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. സ്ലീവ്സിലും കോളറിലും ഫ്ലോറൽ ഡിസൈൻ ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ ഫുൾ ബോഡി വരുന്നത് പ്ലെയിൻ ക്രീപ്പാണ്. ഇതിന്റെ ലെങ്ത് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് കാഫ് ലെങ്ത് എന്നാണെങ്കിലും ഇത് കുറച്ച് മുട്ടിന്റെ താഴെയായിട്ട് മാത്രമേ വരുന്നുള്ളൂ. കാഫ് ലെങ്ത് ഇല്ല. ഇതിന്റെ ബോട്ടം പാർട്ടിലായിട്ട് ഇതുപോലെ ഒരു ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ സൈസ് സ്മോൾ സൈസ് മുതൽ 6XL സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ളത് XXL സൈസ് ആണ്. ലെങ്ത് കുറവുള്ള ഡ്രസ്സ് ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതിന്റെ കൂടെ സ്ലീവ്സിന്റെ ആ കളറിലുള്ള ലെഗിങ്സോ അതുപോലെ തന്നെ പാൻറ്റോ ഒക്കെ പെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ മേലെ കൊടുത്തേക്കാം. ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ വെറും ഷോ കാണിക്കൽ മാത്രമാണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ച ആ ഒരു ഫുട്വെയർ ആണ് കേട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടിരിക്കുന്നത്. അപ്പം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ മറക്കരുത്. ഇന്നത്തെ ഷോ കഴിഞ്ഞ സ്ഥിതിക്ക് ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.